എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അതുപോലെ തന്നെ ഇന്നത്തെ എൻ്റെ വ്ലോഗിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് പാർത്തമ്മോന് പരീക്ഷ ആയതുകൊണ്ട് തന്നെ അവന് ഉച്ചയ്ക്കാണ്, എല്ലാ ദിവസത്തെയും പോലെ തന്നെ ഉച്ചയ്ക്കാണ് പരീക്ഷ. അതുകൊണ്ട് അവൻ അവിടെ നിന്ന് പഠിക്കുന്നു. പിന്നെ അണ്ണൻ രാവിലെ ജോലിക്കൊക്കെ പോയി കഴിഞ്ഞു. പിന്നെ നമുക്ക് അടുക്കളപ്പണി കുറച്ചുണ്ട്. അത് ചെയ്ത് തീർത്ത് എല്ലാം ചെയ്തിട്ട് വേണം നമുക്ക് ഇന്നൊരിടം വരെ പോകാൻ. അവൻ പരീക്ഷയും കഴിഞ്ഞിട്ടൊക്കെ വന്നിട്ട് വേണം നമുക്ക് പോകാൻ. അപ്പം നമുക്ക് ഇന്നാണെങ്കിൽ അയിലയും കുറച്ച് കൊച്ചുമത്തി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കരുതി ഇന്ന് കൊച്ചുമത്തി നമുക്ക് തോരൻ പോലെ വെക്കാം. അതിനായിട്ട് മുരിങ്ങയ്ക്കായും നമ്മുടെ മുറ്റത്ത് നമ്മുടെ ഇരുമ്പിപ്പുളി ഉണ്ടല്ലോ, അച്ചാറിടുന്ന പുളി എല്ലാം കൂടി ഇട്ടിട്ട് നമുക്കൊരു പീര വറ്റിച്ചെടുക്കത്തില്ല, അതേപോലെ എടുക്കാമെന്ന് കരുതി. അപ്പോൾ അതിനായിട്ട് ഞാൻ സവാളയൊക്കെ നന്നായിട്ട് അരിഞ്ഞു, മുരിങ്ങയ്ക്കായും നമ്മുടെ മറ്റേ പുളിയും എല്ലാം അരിഞ്ഞ് ഒന്നിച്ചാണ്, മീനും എല്ലാം കൂടെ ഒന്നിച്ചാണ് ഞാൻ വെക്കുന്നത് കേട്ടോ. അപ്പോൾ മീനെല്ലാം വൃത്തിയാക്കി തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് വൃത്തിയാക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. എല്ലാം കൂടെ ആകുമ്പോൾ തന്നെ ഒരുപാട് ലെങ്ത് ആവത്തില്ലേ. ഒന്നാതെ തന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ വീഡിയോയ്ക്ക് ലെങ്ത് കൂടി വരികയാണെന്ന്. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളും മീനെല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയത് എല്ലാം കൂടെ ഒന്നിച്ച് നമ്മൾ ചട്ടിക്കകത്തിട്ടിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ തേങ്ങ അരയ്ക്കുന്നില്ല കേട്ടോ, അല്ലാതെ തന്നെ ഞെവിടിയാണ് ചേർക്കുന്നത്. തേങ്ങായും മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി ഇതെല്ലാം ചേർത്ത് പിന്നെ കുറച്ച് ഇഞ്ചിയും കൂടെ ചേർക്കണം കേട്ടോ. സവാളയും പച്ചമുളകും ഒക്കെ മസ്റ്റാണ്. നന്നായിട്ട് എല്ലാം കൂടെ നന്നായിട്ട് അരപ്പെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം മാത്രം വെച്ചാൽ മതി. നമ്മൾ തോരൻ പരുവത്തിനല്ലേ എടുക്കുന്നത്, നമുക്ക് ഇങ്ങനെ കുഴാന്നിരിക്കണ്ട. വറ്റിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് വെള്ളം വെച്ച് ഒരു പരുവത്തിന് വെള്ളം, അതായത് നമ്മുടെ മുരിങ്ങയ്ക്കൊക്കെ വേവണം. അപ്പോൾ ആ ഒരു പരുവത്തിന് വെള്ളം വെച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് കുറച്ച് മത്തി ഉണ്ടായിരുന്നു, അതൊന്ന് കുറച്ച് ഫ്രൈ ചെയ്യണമായിരുന്നു. അപ്പം ഞാൻ അതും കൂടെ ഒന്ന് ചെയ്തിട്ട് ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം. അയിലയൊക്കെ നമുക്കിനി കറി വെക്കണം. അപ്പം നമ്മുടെ മത്തി വറക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. അതിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉലുവാപ്പൊടിയും കുരുമുളക് പൊടി മസ്റ്റേ, കുരുമുളക് പൊടി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചട്ടിയിൽ എണ്ണ ഒഴുക്കി കറിവേപ്പില ഇട്ട് കൊടുക്കുക. മീനെല്ലാം പറക്കിയിട്ട് നന്നായിട്ട് തിരിച്ചും മറിച്ചും ഒക്കെ ഫ്രൈ ചെയ്തെടുക്കുക. അതോടെ മത്തി ഫ്രൈ ചെയ്യാൻ പഠിപ്പിക്കുവാണെന്ന് ചോദിച്ചാൽ അല്ല, ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ദാണ്ട നമ്മുടെ മീൻ തോരൻ വെക്കുന്നത് നന്നായിട്ട് തിളച്ച് നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാവും കേട്ടോ. നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങ് ഉടഞ്ഞ് കുഴാന്നാവും. അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ ഇളക്കിയിട്ടുള്ളായിരുന്നു. പിന്നെ അതെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് അയില കറി വെക്കണമായിരുന്നു. ഇത് ഞാൻ പെട്ടെന്ന് ചെയ്തതെന്ന് വെച്ചാൽ പാർത്തമ്മോന് കഴിച്ചിട്ട് പോകാനും വേണ്ടി മത്തി വറക്കി അങ്ങനെ തോരൻ വയ്ക്കുക, മുരിങ്ങയ്ക്കൊക്കെ ഇട്ടെടുക്കുന്നത് അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അത് ഞാൻ നേരത്തെ ചെയ്തത്. പിന്നെ നമുക്ക് അയില കറി വെക്കാം. അയില തേങ്ങ അരച്ചാണ് ഞാൻ കറി വെക്കുന്നത്. അതിനകത്തും കുറച്ച് മുരിങ്ങയ്ക്കൊക്കെ ചേർത്തിട്ടുണ്ട്. എല്ലാം മുരിങ്ങയ്ക്കാമയമാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ പൊടികളെല്ലാം ഒന്ന് ചൂടാക്കിയിട്ടാണ് അരയ്ക്കുന്നത് കേട്ടോ. അങ്ങനെ ഒന്ന് പൊടികൾ ചൂടാക്കിയിട്ട് നമുക്ക് തേങ്ങയുടെ കൂട്ടത്തിൽ അരച്ച് തേങ്ങാക്കറി വെക്കുക. എന്ത് മീനാണെങ്കിലും കറി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പിറ്റേന്നത്തേക്കായാലും പന്നലാവാതെ ചീത്തയാവാതിരുന്നോളും. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് പൊടി ചൂടാക്കിയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ പുളിക്ക് വേണ്ടി നമ്മളെ ഇപ്പം മാങ്ങ സീസണാണല്ലോ, അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ മാങ്ങയാണ് ചേർത്തേക്കുന്നത്. പുളിയും മാങ്ങയൊക്കെ ആവശ്യം പോലെ ഉണ്ടായിട്ട് നമുക്ക് തരത്തിന് എന്ത് വേണമെങ്കിലും നമുക്കിടാം. പിന്നെ നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് അരച്ച് ചേർത്തു. പിന്നെ മീൻ കഷ്ണങ്ങളാക്കി നമ്മുടെ അരപ്പിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. മുളകൊക്കെ നന്നായിട്ട് കീറിയിട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ തേങ്ങ അരച്ച് വെക്കുന്നത് കൊണ്ട് തന്നെ എരിക്ക് വേണ്ടി നമ്മൾ മുളകാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ ചേർത്ത് ഉപ്പും ഇട്ട് അടച്ച് വെച്ച് വേവിക്കുക. ഇതാണ്ട് എനിക്ക് പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. എല്ലാം പെട്ടെന്ന് തന്നെ ഞാൻ ചെയ്ത് തീർക്കുകയാണ് കേട്ടോ. പാർത്തമ്മോൻ 1 മണിക്കാണ് അവന് പരീക്ഷയ്ക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുറച്ച് പണികൾ ഒരുപാടുണ്ടായിരുന്നു. ഇന്ന് യാത്ര പോകുന്നത് കൊണ്ട് തന്നെ എനിക്ക് എല്ലാ പണികളും തീർത്ത് വെക്കണമായിരുന്നു. തുണി കഴുകിക്കൊണ്ട് വന്നത് അത് മടക്കി വെക്കണമായിരുന്നു. നമുക്ക് എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ കുറച്ച് റിലാക്സൊക്കെ ചെയ്താൽ മതി. പക്ഷേ ഇതങ്ങനെയല്ല, നമുക്കെല്ലാം പെട്ടെന്ന് തന്നെ തീർത്തിട്ട് വേണം പോകാൻ. അങ്ങനെ ഞങ്ങളുടെ തട്ടിയും പൊക്കണവും കുട്ടിയും ചട്ടിയും പൂച്ചയൊക്കെ ആയിട്ട് ഞങ്ങൾ യാത്ര പോയേക്കാണ് കേട്ടോ. അതെവിടെ പോയെന്ന് ഞാൻ കാണിക്കാവേ. ഞങ്ങൾ തട്ടിയും പൊക്കണവും ഞങ്ങളുടെ പൂച്ചയും എല്ലാമായിട്ട് വന്നതിന്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഞങ്ങളുടെ ഉത്സവമാണ്, മലനട അമ്പലത്തിലെ ഉത്സവമാണ്. ഞങ്ങളുടെ വീണ്ടും മുറ്റത്ത് വെച്ചാണ് ഞങ്ങളുടെ ഇടയ്ക്കാട് കരയുടെ കാളെ കിട്ടുന്നത്. പിന്നെ ഇന്ന് ഉത്സവത്തിന്റെ തലേ ദിവസം കേട്ടോ. ഇന്നാണെങ്കിൽ ഇവിടെ കാളമുട്ടില് നാടൻപാട്ടും കൈകൊട്ടിക്കളിയൊക്കെ ഉണ്ട്. അപ്പം നാളെയാണ് ഉത്സവം. അപ്പോൾ ഉത്സവത്തിൻ്റെ വിശേഷങ്ങളായിട്ട് നമുക്ക് കാണാം. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ, തട്ടിയും പൊക്കണമൊക്കെ ആയിട്ട് വന്നത് എന്താണെന്ന്. ഉത്സവം കൂടാൻ വന്നതാണ് കേട്ടോ. മീനമാസത്തിൽ ആദ്യത്തെ വെള്ളിയാഴ്ച കൊടിയേറും, രണ്ടാമത്തെ വെള്ളിയാഴ്ച ഉത്സവം,
മൂന്നാമത്തെ വെള്ളിയാഴ്ച കൊടിയിറങ്ങും. കാളെ കെട്ടുന്നത് ഇടയ്ക്കാട് കരയുടെ, അതായത് ഞങ്ങളുടെ കരയുടെ കാളെ കെട്ടുന്നത് ഞങ്ങളുടെ വീടിൻ്റെ മുന്നിൽ വെച്ചായിരുന്നു. അവിടെ കൈകൊട്ടിക്കളിയും നാടൻപാട്ടും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉത്സവത്തിൻ്റെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം. എൻ്റെ ഇന്നത്തെ ഈ കൊച്ചു വ്ളോഗിനകത്ത് ഇത്രയും എൻ്റെ വിശേഷങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എല്ലാവരും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരോടും ടാറ്റാ.